പ്രിയരെ, ന്യായാധിപന്മാർ 13, 14, 15, 16 അധ്യായങ്ങൾ അവസാന ന്യായാധിപനായ സാംസനെക്കുറിച്ചാണ്. പഠിക്കാൻ സൗകര്യത്തിനായി മുഴുവൻ ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുത്തി 2 ഭാഗങ്ങളായി വീഡിയോ ചെയ്യുകയാണ്. സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇത് സാംസനെക്കുറിച്ചുള്ള 2ാം ഭാഗമാണ്. ആദ്യ ഭാഗം കണ്ട് പഠിച്ച ശേഷം മാത്രം ഈ വീഡിയോ കാണുക. 177 ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 20 വാക്യങ്ങൾ. 178 ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിലെ ശീർഷകം എന്താണ്? ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. 179 കോപാക്രാന്തനായി ഭാര്യ വീട്ടിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയ സാംസൺ എപ്പോഴാണ് വീണ്ടും ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? കുറേ നാൾ കഴിഞ്ഞ്. 180 കോപാക്രാന്തനായി ഭാര്യ വീട്ടിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയ സാംസൺ ഏത് കാലത്താണ് ഭാര്യയെ വീണ്ടും സന്ദർശിക്കാൻ ചെന്നത്? ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. 181 കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് എന്തുമായാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഒരു ആട്ടിൻകുട്ടിയുമായി. 182 ഭാര്യ വീട്ടിൽ ചെന്ന സാംസൺ തൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിന് അനുവദിക്കാതിരുന്നത് ആരാണ്? ഭാര്യാപിതാവ്. 183 സാംസൺ തൻ്റെ ഭാര്യയെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഭാര്യാപിതാവ് അവളെ ആർക്ക് നൽകിയെന്നാണ് പറഞ്ഞത്? സാംസന്റെ കൂട്ടുകാരന്. 184 ആര് സാംസന്റെ ഭാര്യയേക്കാൾ സുന്ദരിയല്ലേ എന്നാണ് ഭാര്യാപിതാവ് സാംസനോട് ചോദിച്ചത്? സാംസന്റെ ഭാര്യയുടെ ഇളയ സഹോദരി. 185 സാംസന്റെ ഭാര്യയെ കൂട്ടുകാരന് നൽകിയതിനാൽ ആരെ ഭാര്യയായി സ്വീകരിക്കാനാണ് സാംസനോട് ഭാര്യാപിതാവ് അപേക്ഷിച്ചത്? സാംസന്റെ ഭാര്യയുടെ ഇളയ സഹോദരിയെ. 186 ആരോട് ഇപ്രാവശ്യവും സാംസൺ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് സാംസന്റെ കുറ്റമായിരിക്കില്ല എന്നാണ് സാംസൺ പറഞ്ഞത്? ഫിലിസ്ത്യരോട്. 187 ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല എന്ന് പറഞ്ഞ സാംസൺ തുടർന്ന് എന്താണ് ചെയ്തത്? 300 കുറുനരികളെ പിടിച്ചു. 188 300 കുറുനരികളെ പിടിച്ച സാംസൺ പിന്നെ എന്താണ് ചെയ്തത്? കുറേ പന്തങ്ങളുണ്ടാക്കി. 189 സാംസൺ കുറുനരികളെ എങ്ങനെയാണ് ബന്ധിച്ചത്? ഈ 2 വാലോട് വാൽ ചേർത്ത്. 190 കുറുനരികളെയും പന്തങ്ങളെയും ഉപയോഗിച്ച് സാംസൺ എന്താണ് ആദ്യം ചെയ്തത്? കുറുനരികളെ ഈ 2 വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ച് കെട്ടി. 191 വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തങ്ങളും വച്ച് കെട്ടിയ എത്ര ജോഡി കുറുനരികളെയാണ് സാംസൺ തയ്യാറാക്കിയത്? 150 ജോഡി കുറുനരികൾ. 192 വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തങ്ങളും വച്ച് കെട്ടിയ 150 ജോഡി കുറുനരികളെ സാംസൺ എന്താണ് ചെയ്തത്? പന്തങ്ങൾക്ക് തീ കൊളുത്തി ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. 193 കുറുനരികളുടെ വാലുകളിൽ വച്ച് കെട്ടിയ പന്തങ്ങൾക്ക് തീ കൊളുത്തി സാംസൺ ഫിലിസ്ത്യരുടെ വയലുകളിൽ വിട്ടപ്പോൾ കത്തിച്ചാമ്പലായത് എന്തൊക്കെയാണ്? വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും. 194 കുറുനരികളെ ഉപയോഗിച്ച് ഫിലിസ്ത്യരുടെ വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലാക്കിയത് ആരാണ്? സാംസൺ. 195 വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായപ്പോൾ ഫിലിസ്ത്യർ ചോദിച്ചത് എന്താണ്? ആരാണിത് ചെയ്തത്? 196 തിമ്നാക്കാരൻ്റെ മരുമകൻ ആരാണ്? സാംസൺ. 197 ഫിലിസ്ത്യരുടെ വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായപ്പോൾ എന്തുകൊണ്ട് സാംസൺ ഇത് ചെയ്തു എന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത്? സാംസന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതിനാൽ. 198 ഫിലിസ്ത്യർ അഗ്നിക്കിരയാക്കിയത് ആരെയെല്ലാമാണ്?
സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും. 199. ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. ഇത് ആരോട് പറഞ്ഞതാണ്? സാംസൺ ഫിലിസ്ത്യരോട്. 200. സാംസൺ ഫിലിസ്ത്യരോട് ചെയ്ത ശപഥം എന്താണ്? സാംസൺ ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടുമെന്ന്. 201. തിമ്നായിലെ തൻ്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയ ഫിലിസ്ത്യരോട് സാംസൺ എന്ത് പ്രതികാരമാണ് ചെയ്തത്? സാംസൺ ഫിലിസ്ത്യരെ പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. 202. തിമ്നായിലെ തൻ്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയ ആരെയാണ് സാംസൺ പ്രഹരിച്ച് കൊന്നുകളഞ്ഞത്? ഫിലിസ്ത്യരെ. 203. ഫിലിസ്ത്യരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞ ശേഷം സാംസൺ എവിടെ ചെന്നാണ് താമസിച്ചത്? ഏത്താം പാറക്കെട്ടിൽ ചെന്ന്. 204. ഫിലിസ്ത്യരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നു കളഞ്ഞ ശേഷം ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചത് ആരാണ്? സാംസൺ. 205. സാംസൺ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിക്കുമ്പോൾ ഫിലിസ്ത്യർ എന്താണ് ചെയ്തത്? യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു. 206. ഫിലിസ്ത്യർ എവിടെ പാളയമടിച്ചാണ് ലേഹി പട്ടണം ആക്രമിച്ചത്? യൂദായിൽ. 207. ഫിലിസ്ത്യർ ലേഹി പട്ടണം ആക്രമിച്ചപ്പോൾ യൂദായിലെ ജനം ഫിലിസ്ത്യരോട് ചോദിച്ചത് എന്താണ്? നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട്? 208. ഫിലിസ്ത്യർ എന്തിനൊക്കെ വന്നിരിക്കുന്നുവെന്നാണ് യൂദായിലെ ജനത്തോട് പറഞ്ഞത്? സാംസൺ തങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ, അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടി. 209. യൂദായിലെ എത്ര ആളുകളാണ് ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചത്? 3000 ആളുകൾ. 210. യൂദായിലെ 3000 ആളുകൾ എവിടെ ചെന്നാണ് സാംസനോട് ചോദിച്ചത്? ഏത്താം പാറയിടുക്കിൽ. 211. യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത്? 2 ചോദ്യങ്ങൾ. 212. യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ച ആദ്യ ചോദ്യം എന്താണ്? ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? 213. യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണ്? പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? 214. യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള സാംസന്റെ ഉത്തരം എന്തായിരുന്നു? അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. 215. ഏത്താം പാറയിടുക്കിൽ യൂദായിലെ 3000 ആളുകൾ എന്തിന് വന്നിരിക്കുന്നുവെന്നാണ് സാംസനോട് പറഞ്ഞത്? സാംസനെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ. 216. സാംസനെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്ന യൂദായിലെ 3000 ആളുകളോട് എന്ത് സത്യം ചെയ്യാനാണ് സാംസൺ ആവശ്യപ്പെട്ടത്? സാംസന്റെ മേൽ ചാടി വീഴുകയില്ല എന്ന്. 218. ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ, കൊല്ലുകയില്ല. ഇങ്ങനെ സാംസനോട് പറഞ്ഞതാരാണ്? യൂദായിലെ 3000 ആളുകൾ. 219. ഏത്താം പാറയിടുക്കിൽ വച്ച് പുതിയ 2 കയറുകൊണ്ട് സാംസനെ ബന്ധിച്ചത് ആരാണ്? യൂദായിലെ 3000 ആളുകൾ. 220. സാംസനെ ഏത്താം പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത് എങ്ങനെയാണ്? പുതിയ 2 കയറുകൊണ്ട് ബന്ധിച്ച്. 221. സാംസനെ ബന്ധിച്ച് ഏത്താം പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത് ആരാണ്? യൂദായിലെ 3000 ആളുകൾ. 222. എവിടെ എത്തിയപ്പോഴാണ് സാംസനെ കാണാൻ ആർപ്പ് വിളികളോടെ ഫിലിസ്ത്യരെത്തിയത്? ലേഹിയിലെത്തിയപ്പോൾ. 223. ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ എങ്ങനെയാണ് സാംസനെ കാണാനെത്തിയത്? ആർപ്പ് വിളികളോടെ. 224. ലേഹിയിലെത്തിയപ്പോൾ സാംസന്റെ മേൽ വന്നത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ. 225. ലേഹിയിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ
സാംസണിൽ എത്ര കാര്യങ്ങളാണ് സംഭവിച്ചത്? 2 കാര്യങ്ങൾ. 226 ലേഖിയിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ സാംസണിൽ ആദ്യം സംഭവിച്ചത് എന്താണ്? സാംസനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു. 227 ലേഖിയിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ സാംസണിൽ രണ്ടാമത് സംഭവിച്ചത് എന്താണ്? സാംസന്റെ കെട്ടുകൾ അറ്റുവീണു. 228 ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ എത്ര ഫിലിസ്തീനെയാണ് കൊന്നത്? 1000 ഫിലിസ്തീനെ. 229 ന്യായാധിപന്മാർ 15:15 പ്രകാരം സാംസൺ 1000 ഫിലിസ്തീനെ കൊന്നത് എന്തിനാലാണ്? ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട്. 230 കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 ഫിലിസ്തീനെ കൊന്നയുടൻ സാംസൺ എന്താണ് ചെയ്തത്? സാംസൺ ഘോഷിച്ചു. 231 കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ ഫിലിസ്തീനെ എന്ത് ചെയ്തു എന്നാണ് ആദ്യം ഘോഷിച്ചത്? കൂന കൂട്ടി. 232 കഴുതയുടെ താടിയെല്ലുകൊണ്ട് എന്ത് ചെയ്തു എന്നാണ് സാംസൺ രണ്ടാമത് ഘോഷിച്ചത്? 1000 പേരെ കൊന്നുവെന്ന്. 233 സാംസൺ ഘോഷിച്ചു കഴിഞ്ഞിട്ട് 1000 ഫിലിസ്തീനെ കൊല്ലാൻ ഉപയോഗിച്ച കഴുതയുടെ താടിയെല്ല് എന്താണ് ചെയ്തത്? എറിഞ്ഞു കളഞ്ഞു. 234 1000 ഫിലിസ്തീനെ കൊല്ലാൻ ഉപയോഗിച്ച കഴുതയുടെ താടിയെല്ല് സാംസൺ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് എന്ത് പേരാണ് ലഭിച്ചത്? റാമാത്ത് ലേഹി. 235 ലേഹിയിൽ വെച്ച് വലിയ ദാഹമുണ്ടായപ്പോൾ സാംസൺ എന്താണ് ചെയ്തത്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. 236 അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ കർത്താവ് എന്ത് നേടിത്തന്നിരിക്കുന്നു എന്നാണ് സാംസൺ പറഞ്ഞത്? ഈ വലിയ വിജയം. 237 ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസൺ കർത്താവിനോട് ചോദിക്കുന്നത്? അപരിച്ഛേദിതരുടെ. 238 സാംസന്റെ അപേക്ഷ കേട്ട ദൈവം ലേഖിയിൽ എന്താണ് തുറന്നത്? പൊള്ളയായ ഒരു സ്ഥലം. 239 ദൈവം പൊള്ളയായ ഒരു സ്ഥലം സാംസന് വേണ്ടി തുറന്നത് എവിടെയാണ്? ലേഖിയിൽ. 240 ദൈവം ലേഖിയിൽ തുറന്ന പൊള്ളയായ സ്ഥലത്തിൽ നിന്ന് എന്താണ് ഉണ്ടായത്? ജലം പുറപ്പെട്ടു. 241 ലേഖിയിലെ പൊള്ളയായ സ്ഥലത്തിൽ നിന്ന് പുറപ്പെട്ട വെള്ളം കുടിച്ച സാംസൺ എങ്ങനെയുള്ളവനായി? ഊർജ്ജസ്വലനായി. 242 ലേഖിയിലെ പൊള്ളയായ സ്ഥലത്തിൽ നിന്ന് വെള്ളം പുറപ്പെട്ട ഉറവയ്ക്ക് എന്ത് പേരാണ് കിട്ടിയത്? എൻഖക്കോർ. 243 എൻഖക്കോർ ഇന്നും എവിടെയാണുള്ളത്? ലേഖിയിൽ. 244 ഫിലിസ്തീനയുടെ കാലത്ത് സാംസൺ ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായാധിപനായിരുന്നത്? 20 വർഷം. 245 ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്? 6 ചോദ്യങ്ങൾ. 246 റാമാത്ത് ലേഹി എന്നതിൻ്റെ അർത്ഥമെന്താണ്? താടിയെല്ലിൻ്റെ മല. 247 എൻഖക്കോർ എന്നതിൻ്റെ അർത്ഥമെന്താണ്? അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. 248 ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? 31 വാക്യങ്ങൾ. 249 ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണുള്ളത്? 2 ശീർഷകങ്ങൾ. 250 ഗാസായിലേക്ക് പോയ സാംസൺ അവിടെ ആരെയാണ് കണ്ടുമുട്ടിയത്? ഒരു സ്വൈരിണിയെ. 251 സാംസൺ ഗാസായിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് ആരാണ്? ഗാസ നിവാസികൾ. 252 സാംസൺ ഗാസായിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഗാസ നിവാസികൾ ആദ്യം ചെയ്തത് എന്താണ്? ഗാസ വളഞ്ഞു. 253 സാംസൺ ഗാസായിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഗാസ നിവാസികൾ രാത്രി മുഴുവൻ എവിടെയാണ് പതിയിരുന്നത്? പട്ടണവാതിൽക്കൽ. 254 സാംസൺ ഗാസായിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്ന ഗാസ നിവാസികൾ എപ്പോൾ വരെ കാത്തിരിക്കാമെന്നാണ് പറഞ്ഞത്? പ്രഭാതം വരെ. 255
സാംസൺ ഗാസയിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്ന ഗാസ നിവാസികൾ എപ്പോൾ സാംസനെ കൊല്ലാമെന്നാണ് പറഞ്ഞത്? രാവിലെ. 256 സാംസൺ ഗാസയിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് പട്ടണവാതിൽക്കൽ പതിയിരുന്ന ഗാസ നിവാസികൾ രാവിലെ സാംസനെ കൊല്ലാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ എങ്ങനെയാണ് ആയിരുന്നത്? നിശ്ചലരായിരുന്നു. 257 പാതിരാവ് വരെ കിടന്ന സാംസൺ എഴുന്നേറ്റ് എവിടേക്കാണ് പോയത്? ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക്. 258 പാതിരാവ് വരെ കിടന്ന സാംസൺ എങ്ങനെയാണ് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയത്? പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ചുകൊണ്ട്. 259 ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ്? സാംസനും ദലീലായും. 260 സാംസൺ സ്നേഹിച്ച സോറേക്ക് താഴ്വരയിലെ സ്ത്രീ ആരാണ്? ദലീല. 261 ദലീലയുടെ അടുത്ത് ചെന്ന് സാംസനെ വശീകരിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? ഫിലിസ്ത്യ നേതാക്കന്മാർ. 262 ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലയുടെ അടുത്ത് ചെന്ന് ആരെ വശീകരിക്കണമെന്നാണ് പറഞ്ഞത്? സാംസനെ. 263 ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അടുത്ത് ചെന്ന് ദലീലയോട് എന്തൊക്കെ മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്? സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും. 264 ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലയ്ക്ക് എന്ത് പാരിതോഷികമാണ് വാഗ്ദാനം ചെയ്തത്? ഓരോരുത്തരും 1100 വെള്ളി നാണയങ്ങൾ. 265 സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കി അറിയിക്കാൻ ദലീലയ്ക്ക് പ്രതിഫലമായി ഓരോരുത്തരും 1100 വെള്ളി നാണയങ്ങൾ നൽകാമെന്ന് പറഞ്ഞത് ആരാണ്? ഫിലിസ്ത്യ നേതാക്കന്മാർ. 266 എന്ത് പറയാനാണ് സാംസനോട് ദലീല ആദ്യം ആവശ്യപ്പെട്ടത്? സാംസന്റെ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി അവളോട് പറയാൻ. 267 എങ്ങനെ തൻ്റെ ശക്തി കുറഞ്ഞ് മറ്റ് മനുഷ്യരെ പോലെ ആകുമെന്നാണ് ദലീലയോട് സാംസൺ ആദ്യം പറഞ്ഞത്? ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് സാംസനെ ബന്ധിച്ചാൽ. 268 ഉണങ്ങാത്ത 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ തൻ്റെ ശക്തി കുറഞ്ഞ് ആരെപ്പോലെ ആകുമെന്നാണ് ദലീലയോട് സാംസൺ പറഞ്ഞത്? മറ്റ് മനുഷ്യരെ പോലെ. 269 ഉണങ്ങാത്ത പുതിയ എത്ര ഞാണുകൊണ്ട് ബന്ധിച്ചാൽ ശക്തി കുറഞ്ഞ് മറ്റ് മനുഷ്യരെ പോലെ ആകുമെന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത്? 7 ഞാണുകൊണ്ട്. 270 ഉണങ്ങാത്ത പുതിയ ഞാണു കൊണ്ടുവന്നത് ആരാണ്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. 271 പ്രഭുക്കന്മാർ കൊണ്ടുവന്ന ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ട് സാംസനെ ബന്ധിച്ചത് ആരാണ്? ദലീല. 272 ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ട് സാംസനെ ബന്ധിച്ച് ആളുകളെ ഉൾമുറിയിൽ പതിയിരുത്തിയ ശേഷം ദലീല സാംസനോട് പറഞ്ഞത് എന്താണ്? സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. 273 സാംസനെ ബന്ധിച്ചിരുന്ന 7 ഞാണിനെ സാംസൺ ഏതുപോലെയാണ് പൊട്ടിച്ചു കളഞ്ഞത്? അഗ്നി ചണനൂലിനെ എന്ന പോലെ. 274 അഗ്നി ചണനൂലിനെ എന്ന പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞതുമൂലം സാംസന്റെ എന്താണ് പുറത്താകാത്തത്? സാംസന്റെ ശക്തിയുടെ രഹസ്യം. 275 നീ എന്നെ കബളിപ്പിച്ചു എന്ന് സാംസനോട് പറഞ്ഞത് ആരാണ്? ദലീല. 276 നീ എന്നെ കബളിപ്പിച്ചു എന്നും എന്നോട് നുണ പറഞ്ഞു എന്നും സാംസനോട് ദലീല പറഞ്ഞത് എപ്പോഴാണ്? സാംസനെ ബന്ധിച്ച ഞാണുകളെ അഗ്നി ചണനൂലിനെ എന്ന പോലെ സാംസൺ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ. 277 എന്ത് തന്നോട് പറയണമെന്നാണ് ദലീല രണ്ടാമതും സാംസനോട് പറഞ്ഞത്? സാംസനെ എങ്ങനെ ബന്ധിക്കാമെന്ന്. 278 ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ സാംസൺ എന്തായിത്തീരുമെന്നാണ് ദലീലയോട് രണ്ടാമത് പറഞ്ഞത്? ദുർബലനായി മറ്റാരെയും പോലെ ആകുമെന്ന്. 279
സാംസൺ ദുർബലനായി മറ്റാരെയും പോലെ ആകുന്നത് എങ്ങനെയെന്നാണ് സാംസൺ രണ്ടാം പ്രാവശ്യം ദലീലയോട് പറഞ്ഞത്. ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് സാംസനെ ബന്ധിച്ചാൽ 280 പുതിയ കയർ കൊണ്ടുവന്ന് സാംസനെ കെട്ടിയത് ആരാണ്? ദലീല. 281 പുതിയ കയർ കൊണ്ടുവന്ന് സാംസനെ ദലീല കെട്ടിയപ്പോൾ അകത്തെ മുറിയിൽ ആരായിരുന്നു? പതിയിരുന്നവർ. 282 പുതിയ കയർ കൊണ്ടുവന്ന് സാംസനെ കെട്ടിയ ശേഷം ദലീല പറഞ്ഞത് എന്താണ്? സാംസൺ ഇതാ ഫിലിസ്തീർ വരുന്നു. 283 ദലീല സാംസനെ കെട്ടിയ പുതിയ കയർ സാംസൺ എന്താണ് ചെയ്തത്? സാംസൺ അതിനെ നൂലുപോലെ പൊട്ടിച്ചു കളഞ്ഞു. 284 ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്ന് സാംസനോട് ദലീല പറഞ്ഞത് എപ്പോൾ? ദലീല സാംസനെ കെട്ടിയ പുതിയ കയർ സാംസൺ നൂലുപോലെ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ. 285 സാംസനോട് ദലീല മൂന്നാം പ്രാവശ്യം ആവശ്യപ്പെട്ടത് എന്താണ്? സാംസനെ എങ്ങനെ ബന്ധിക്കാമെന്ന്. 286 സാംസന്റെ 7 തലമുടി ചുരുൾ എടുത്ത് എന്തു ചെയ്താൽ മറ്റു മനുഷ്യരെപ്പോലെ ബലഹീനനാകുമെന്നാണ് സാംസൺ മൂന്നാമത് ദലീലയോട് പറഞ്ഞത്? പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ. 187 സാംസന്റെ എന്ത് എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ സാംസൺ മറ്റു മനുഷ്യരെപ്പോലെ ബലഹീനനാകുമെന്നാണ് ദലീലയോട് സാംസൺ പറഞ്ഞത്? 7 തലമുടി ചുരുൾ. 288 ആരാണ് സാംസൺ ഉറങ്ങുമ്പോൾ സാംസന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തത്? ദലീല. 289 എപ്പോഴാണ് ദലീല സാംസന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തത്? സാംസൺ ഉറങ്ങുമ്പോൾ. 290 സാംസൺ ഉറങ്ങുമ്പോൾ സാംസന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്ത ശേഷം ദലീല സാംസനോട് പറഞ്ഞത് എന്താണ്? സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. 291 ഫിലിസ്തീർ സാംസനെ ആക്രമിക്കാൻ വരുന്നുവെന്ന് ദലീല പറഞ്ഞപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സാംസൺ എന്താണ് ചെയ്തത്? ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. 292 അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെയില്ലെങ്കിൽ എന്നെ ഡാഷ് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക, സ്നേഹിക്കുന്നു എന്ന്. 293 ഈ മൂന്നാം പ്രാവശ്യവും ദലീലയെ സാംസൺ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് ദലീല സാംസനോട് പറഞ്ഞത്? അവഹേളിച്ചിരിക്കുന്നു. 294 സാംസൺ എന്ത് പറഞ്ഞിട്ടുമില്ല എന്നാണ് ദലീല സാംസനോട് പറഞ്ഞത്? സാംസന്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നെന്ന്. 295 സാംസൺ ഉണ്ടായിരുന്നത് എങ്ങനെയുള്ള ശക്തിയാണ്? അജയശക്തി. 296 ദലീല സാംസനെ ദിവസം തോറും നിർബന്ധിച്ചത് എന്തിനാണ്? സാംസന്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് വെളിപ്പെടുത്തുന്നതിന്. 297 സാംസന്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് വെളിപ്പെടുത്താൻ സാംസനെ ദലീല നിർബന്ധിച്ചത് എപ്പോഴൊക്കെയാണ്? ദിവസം തോറും. 298 സാംസന്റെ അജയശക്തി വെളിപ്പെടുത്തുന്നതിന് ദലീലായുടെ ദിവസം തോറുമുള്ള അലട്ടൽ സാംസന് എന്തായിട്ടാണ് അനുഭവപ്പെട്ടത്? മരണത്തിന് തുല്യമായി. 299 സാംസൺ തൻ്റെ അജയശക്തിയുടെ രഹസ്യം ദലീലായോട് തുറന്നു പറഞ്ഞത് എപ്പോഴാണ്? ദലീലായുടെ അലട്ടൽ മരണതുല്യമായപ്പോൾ. 300 തൻ്റെ തലയിൽ എന്ത് സ്പർശിച്ചിട്ടില്ല എന്നാണ് സാംസൺ തൻ്റെ അജയശക്തിയുടെ രഹസ്യമായി ആദ്യം ദലീലായോട് പറഞ്ഞത്? ക്ഷൗരക്കത്തി. 301 ജനനം മുതലേ താൻ എന്താണ് എന്നാണ് സാംസൺ തൻ്റെ അജയശക്തിയുടെ രഹസ്യമായി രണ്ടാമത് ദലീലായോട് പറഞ്ഞത്? ദൈവത്തിന് നാസിർ വ്രതക്കാരൻ. 302 മുടി വെട്ടിയാൽ തൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ആരെപ്പോലെ ആകുമെന്നാണ് സാംസൺ തൻ്റെ അജയശക്തിയുടെ രഹസ്യമായി ദലീലായോട് മൂന്നാമത് പറഞ്ഞത്?
മറ്റ് മനുഷ്യരെ പോലെയാകും. 303. സാംസൺ തൻ്റെ അജയശക്തിയുടെ രഹസ്യത്തിൻ്റെ സത്യം തുറന്നു പറഞ്ഞത് ആരോടാണ്? ദലീലായോട്. 304. സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യ നേതാക്കളെ വിളിച്ചു പറഞ്ഞത് എന്തൊക്കെയാണ്? ഇപ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. 305. ഇപ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ദലീല പറഞ്ഞപ്പോൾ ഫിലിസ്ത്യ നേതാക്കന്മാർ എന്താണ് ചെയ്തത്? പണവുമായി ദലീലായുടെ അടുത്തെത്തി. 306. ഫിലിസ്ത്യ നേതാക്കന്മാർ പണവുമായി ദലീലായുടെ അടുത്ത് വന്നപ്പോൾ ദലീല എന്താണ് ചെയ്തത്? ദലീല സാംസനെ തൻ്റെ മടിയിൽ കിടത്തി ഉറക്കി. 306. സാംസനെ തൻ്റെ മടിയിൽ കിടത്തി ഉറക്കിയതിന് ശേഷം ദലീല എന്താണ് ചെയ്തത്? ഒരാളെക്കൊണ്ട് സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. 307. സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്ത ശേഷം ദലീല എന്താണ് ചെയ്തത്? സാംസനെ അസഖ്യപ്പെടുത്താൻ തുടങ്ങി. 308. സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്തപ്പോൾ സാംസണിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? സാംസന്റെ ശക്തി അവനെ വിട്ടുപോയി. 309. സാംസന്റെ ശക്തി അവനെ വിട്ടുപോയ ശേഷം ദലീല സാംസനോട് പറഞ്ഞത് എന്താണ്? സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. 310. സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ച ശേഷം ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് ദലീല സാംസനോട് പറഞ്ഞപ്പോൾ ഉറക്കമുണർന്ന് സാംസൺ പറഞ്ഞത് എന്തൊക്കെയാണ്? മറ്റവസരങ്ങളിലെന്ന പോലെ തന്നെ താൻ രക്ഷപ്പെടുമെന്നും തന്നെ സ്വതന്ത്രമാക്കുമെന്നും. 311. സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ച ശേഷം സാംസൺ അറിയാതിരുന്നത് എന്താണ്? കർത്താവ് സാംസനെ വിട്ടുപോയ കാര്യം. 312. ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് എങ്ങനെയാണ് ഗാസയിലേക്ക് കൊണ്ടുപോയത്? കണ്ണ് ചുഴന്നെടുത്ത്. 313. ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് കണ്ണ് ചുഴന്നെടുത്ത് എവിടേക്കാണ് കൊണ്ടുപോയത്? ഗാസായിലേക്ക്. 314. കണ്ണ് ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയ സാംസനെ എങ്ങനെയാണ് കാരാഗൃഹത്തിലാക്കിയത്? ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച്. 315. കണ്ണ് ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയ സാംസനെ ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് എവിടെയാണ് ആക്കിയത്? കാരാഗൃഹത്തിൽ. 316. കാരാഗൃഹത്തിൽ സാംസന് എന്ത് ജോലിയാണ് ഏർപ്പെടുത്തിയത്? മാവ് പൊടിക്കുന്ന ജോലി. 317. എന്നാൽ അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു, മുണ്ടനത്തിന് ശേഷവും. 318. ന്യായാധിപന്മാർ 16-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? സാംസന്റെ മരണം. 319. ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവൻ ആരാണ്? ദാഗോൻ. 320. ആരാണ് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലിയെ കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. 321. തങ്ങളുടെ ശത്രുവായ സാംസനെ ആര് തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവൻ. 322. സാംസനെ കണ്ടപ്പോൾ ഫിലിസ്ത്യ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ച് പറഞ്ഞത് എന്താണ്? നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. 323. തങ്ങളുടെ ദേശം നശിപ്പിച്ചിട്ടുള്ളവനും തങ്ങളിൽ അനേകരെ കൊന്നിട്ടുള്ളവനുമാണ് എന്ന് ഫിലിസ്ത്യർ പറഞ്ഞത് ആരെപ്പറ്റിയാണ്? സാംസനെപ്പറ്റി. 324. തങ്ങളുടെ മുമ്പിൽ എന്ത് കാണിക്കുന്നതിനാണ് സാംസനെ വിളിക്കുവിനെന്ന് സന്തോഷിച്ച് മതിമറന്ന് ഫിലിസ്ത്യ ജനങ്ങൾ പറഞ്ഞത്? അഭ്യാസം കാണിക്കുന്നതിന്. 325. അഭ്യാസം കാണിക്കുന്നതിന് ഫിലിസ്ത്യർ സാംസനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? കാരാഗൃഹത്തിൽ നിന്ന്. 326. സാംസൺ ആരുടെ മുൻപിലാണ് അഭ്യാസം പ്രകടിപ്പിച്ചത്? ഫിലിസ്ത്യരുടെ മുൻപിൽ. 327. ഫിലിസ്ത്യരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിക്കാൻ കൊണ്ടുവന്ന സാംസനെ ഫിലിസ്ത്യർ എവിടെയാണ് നിർത്തിയത്?
തൂണുകളുടെ ഇടയിൽ. 328 അഭ്യാസം കാണിക്കുന്നതിന് ഫിലിസ്ത്യർ സാംസനെ കൊണ്ടുവരുമ്പോൾ സാംസന്റെ കൈക്ക് പിടിച്ചിരുന്നത് ആരാണ്? ഒരു ബാലൻ. 329 എന്താണ് സാംസൺ തൻ്റെ കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് പറഞ്ഞത്? ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് താൻ തപ്പി നോക്കട്ടെ എന്ന്. 330 ന്യായാധിപന്മാർ 16:27 പ്രകാരം സാംസന്റെ അഭ്യാസം കാണാൻ കെട്ടിടം നിറഞ്ഞിരുന്നത് ആരെക്കൊണ്ടാണ്? പുരുഷന്മാരെയും സ്ത്രീകളെയും. 331 ന്യായാധിപന്മാർ 16:27 പ്രകാരം സാംസന്റെ അഭ്യാസം കാണാൻ അവിടെ സന്നിഹിതരായിരുന്നത് ആരാണ്? ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം. 332 കെട്ടിടത്തിൻ്റെ മേൽത്തട്ടിൽ എത്ര പേരാണ് സാംസന്റെ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത്? ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. 333 ഫിലിസ്തീനയുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് എന്താണ്? ദൈവമായ കർത്താവെ, എന്നെ ഓർക്കണമേ. 334 ഫിലിസ്തീനയുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന സാംസൺ കർത്താവിനോട് പ്രാർത്ഥിച്ചത് എന്താണ്? തന്നെ ശക്തനാക്കണമേ എന്ന്. 335 ഫിലിസ്തീനയുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന സാംസൺ കർത്താവിനോട് യാചിച്ചത് എന്താണ്? തൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാൻ തന്നെ ശക്തിപ്പെടുത്തണമേ എന്ന്. 336 കെട്ടിടം താങ്ങി നിന്നിരുന്ന എന്തിനെയാണ് സാംസൺ പിടിച്ചത്? 2 നെടും തൂണുകളെ. 337 കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ സാംസൺ തള്ളിയത് എങ്ങനെയാണ്? വലത്ത് കൈ ഒരു തൂണിലും ഇടത്ത് കൈ മറ്റേ തൂണിലും വെച്ച്. 338 കെട്ടിടം താങ്ങി നിന്നിരുന്ന നെടുംതൂണുകളെ തള്ളിക്കൊണ്ട് സാംസൺ പറഞ്ഞത് എന്താണ്? ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. 339 കെട്ടിടം താങ്ങി നിന്നിരുന്ന നെടും തൂണുകളെ തള്ളിക്കൊണ്ട് സാംസൺ കുനിഞ്ഞത് എങ്ങനെയാണ്? സർവശക്തിയും ഉപയോഗിച്ച്. 340 കെട്ടിടം താങ്ങി നിന്നിരുന്ന നെടും തൂണുകളെ തള്ളിക്കൊണ്ട് സാംസൺ സർവശക്തിയും ഉപയോഗിച്ച് കുനിഞ്ഞപ്പോൾ കെട്ടിടം ആരുടെയൊക്കെ മേലാണ് വീണത്? കെട്ടിടത്തിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ. 341 സാംസൺ ഏറ്റവും കൂടുതൽ ഫിലിസ്ത്യരെ കൊന്നത് എപ്പോഴാണ്? സാംസന്റെ മരണസമയത്ത്. 342 സാംസൺ മരണസമയത്ത് കൊന്നവർ എപ്പോൾ കൊന്നവരെക്കാളാണ് അധികമായിരുന്നത്? സാംസൺ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികം. 343 മരിച്ചപ്പോൾ സാംസന്റെ ശരീരം ആരൊക്കെയാണ് കൊണ്ടുപോയത്? സഹോദരന്മാരും കുടുംബക്കാരും. 344 സാംസനെ സംസ്കരിച്ചത് എവിടെയാണ്? പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. 345 സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്കുള്ള ശവകുടീരം ആരുടേതാണ്? മനോവയുടെ. 346 സാംസൺ എത്ര കാലമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 20 വർഷം. 347 സാംസൺ ഇസ്രായേലിലെ എത്രാമത്തെ ന്യായാധിപനാണ്? 12ാമത്തെ ന്യായാധിപൻ. 348 സാംസൺ എത്ര പ്രാവശ്യമാണ് ദലീലായെ കബളിപ്പിച്ചത്? 3 പ്രാവശ്യം. 348 സാംസന്റെ പിതാവ് ആരാണ്? മനോവ. 349 ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിൽ സാംസൺ എന്ന പദം എത്ര തവണ കാണുന്നു? 11 തവണ. 350 സാംസൺ ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് കാണുന്ന ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിലെ വാക്യങ്ങളേവ? ന്യായാധിപന്മാർ 16-ാം അധ്യായം 14-20 വാക്യങ്ങൾ.